പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അപ്പോൾ നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവും ഫലം തരാത്ത വൃക്ഷത്തെ പോലെ തീയിൽ എറിയപ്പെടും. നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കണം. സങ്കീർത്തനം 32:1 സങ്കീർത്തകൻ പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും മോചനം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരായി നാം മാറുന്നത്. അല്ലാതെ കുറേ സമ്പത്തുണ്ടായതുകൊണ്ടോ ആരോഗ്യമുണ്ടായതുകൊണ്ടോ മറ്റ് വിഭവങ്ങൾ നമുക്ക് ലഭിച്ചതുകൊണ്ടോ വലിയ വീടുണ്ടായതുകൊണ്ടോ നാം ഭാഗ്യവാന്മാരാകുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും മോചനം കിട്ടുമ്പോഴാണ് നാം ഭാഗ്യവാന്മാരാകുന്നത്. അതുപോലെ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാന്മാരായി മാറുന്നു. നമ്മുടെ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ വന്ന് സംഭവിക്കുക സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതെല്ലാം നാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ലോക സുഖങ്ങൾ മാത്രം തേടി ജീവിക്കുമ്പോഴാണ് നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്. നാം പറയും, കർത്താവ് പാപം ക്ഷമിക്കുന്നവനാണ്, അതുകൊണ്ട് പാപം ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്ന്. പക്ഷേ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്നും കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്, പാപിയെ തേടി വന്നവനുമാണ് യേശുനാഥൻ. എങ്കിലും വീണ്ടും വീണ്ടും അനുതാപമില്ലാതെ പാപത്തിൽ തന്നെ തുടർന്നാൽ നമുക്ക് നിത്യ നരകാഗ്നിയായിരിക്കും ലഭിക്കുക. നമ്മുടെ പാപങ്ങളെല്ലാം അനുതാപത്തോടെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ യേശുനാഥൻ തൻ്റെ തിരുരക്തത്താൽ കഴുകുകയും പകരം പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കാത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സാത്താൻ്റെ പിടിയിൽ അല്ലെങ്കിൽ കെണിയിൽ വീഴ്ത്താതെ നമ്മെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ്. അതിനുവേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഹൃദയവിശുദ്ധി ഉണ്ടാവും. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ. യേശുനാഥനാണ് പിതാവിങ്കിലേക്കുള്ള വഴി. യേശുനാഥൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ യേശു നമ്മെയും കൂട്ടിക്കൊണ്ടു പോകുവാനായി പിതാവിൻ്റെ അടുക്കിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി വരുമ്പോൾ നാം ഓരോരുത്തരും വിശുദ്ധർ ഉള്ളവരായിരിക്കണം. കൂദാശകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നാം വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ യേശുനാഥൻ നമ്മെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.